നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ചിക്കൻ പെരട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഉച്ച സമയത്തൊരു വീഡിയോ ആണ്. അപ്പോൾ റൈസ് കുക്കറിൽ നിന്ന് ചോറൊക്കെ എടുത്ത് ഞാൻ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ തിളച്ചിട്ട് വേണം വറുക്കാൻ. ഇന്ന് രാവിലെ തന്നെ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനില്ല, അപ്പോൾ കുറച്ച് എനിക്കും മോനും മോക്ക് മാത്രമായിട്ട് കുറച്ചെടുത്ത് വറുത്തിട്ടാണ് ഞാനത് നല്ല പെരട്ട് പോലെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ ഞാനത് എണ്ണ ഒക്കെ ചൂടായി ചിക്കനൊക്കെ അതിൽ ഇട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ നമുക്ക് സാധാ നമ്മൾ ചിക്കൻ കറിക്ക് എന്തൊക്കെയാണ് എടുക്കുന്നത്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഐറ്റംസൊക്കെ നന്നാക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞുമണിക്ക് ആപ്പിൾ വേണമെന്ന് പറഞ്ഞു. ഇവിടെ ആപ്പിൾ ഇല്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിലൊരു ചെറിയ മാതള ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇതൊക്കെ എടുത്തൊരു പാത്രത്തിലിട്ട് മോനും കൂടെ ആയിട്ട് കൊടുത്തു. അപ്പം മോന് 1:30 ഇന്ന് മദ്രസയിൽ അവർക്ക് നബിദിനത്തിൻ്റെ ദഫിൻ്റെ റിഹേഴ്സലുണ്ട്. അപ്പം 1 മണിയായി. ഞാൻ കുറച്ച് ഷോർട്സിൻ്റെ പരിപാടികളൊക്കെ എഡിറ്റ് ചെയ്യാനും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേഗം ചിക്കൻ പിന്നെ ആവാൻ ഒത്തിരി ടൈം വേണ്ടല്ലോ, അപ്പോൾ ആ ഫ്രൈ ആവാനുള്ള കുറച്ച് ടൈം അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ ലോ ഫ്ലെയിമിലിട്ട് ഞാൻ തിരിച്ചു മറിച്ച് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ അതിൻ്റെ അത് നമ്മൾ ചിക്കൻ പീസ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിപ്പോൾ സാമ്പാർ, രാവിലെ ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. അപ്പം സാമ്പാറും ഇരിപ്പുണ്ട്, പിന്നെ ചിക്കൻ പെരട്ടും കൂടെ മതിയല്ലോ. അപ്പോൾ ഗ്രേവിയുടെ ആവശ്യമില്ല. വൈകിട്ട് ഇനിയിപ്പോൾ ഒരു ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം തറവാട്ടിലാണെങ്കിലും ഉമ്മച്ചി വാപ്പച്ചി അനിയൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയി. പിന്നെ വല്യമ്മയുണ്ട്. വല്യമ്മ ഇന്നിപ്പം അനിയൻ്റെ വൈഫും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ഊണ് അവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ വല്യമ്മമാരുടെ അടുത്ത് പറഞ്ഞു കേട്ടോ, വൈകിട്ടാകുമ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു എന്ന് പറഞ്ഞു ഞാൻ ആളെ കണ്ടപ്പോൾ. അപ്പോൾ വൈകിട്ട് ഒരു ഇച്ചിരി ചോറ് കഴിക്കാൻ ഇങ്ങനെ പറഞ്ഞു ഉമ്മ എന്ന്. ചിക്കനേ കഴിക്കുള്ളൂ ഉമ്മ, വല്യമ്മയെ. ബീഫ് അങ്ങനെ കഴിക്കില്ല, ആളിന് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത്താഴം ഇവിടെ നിന്ന് കുറച്ച് കഴിക്കാം ഉമ്മ, ഇങ്ങോട്ട് പറഞ്ഞൊന്ന് നേരത്തെ കൂട്ടി പറഞ്ഞു വെച്ചു, ഇല്ലെങ്കിൽ ഇനി അത്താഴം അവിടെ നിന്ന് കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതേ നമ്മൾ ചിക്കനൊക്കെ വറുത്ത് കോരി മാറ്റി ആ എണ്ണയിൽ നിന്ന് കുറേ എണ്ണ അങ്ങ് മാറ്റി കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. നമുക്ക് അത്യാവശ്യം ചിക്കൻ കറി ആ പെരട്ടിനുള്ള എണ്ണ മാത്രമേ ഞാൻ പാനിൽ ഒഴിച്ചിട്ടുള്ളൂ. എല്ലാം ഒരുമിച്ച് ഇങ്ങോട്ട് തട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഫ്രൈയിൽ ആവശ്യത്തിനുള്ള ഉപ്പും മസാലയും പിന്നെ മോൻ്റെ എരിവാണ് ഇന്ന്. അപ്പോൾ ആ എരിവിനൊക്കെ പാകത്തിനുള്ള എരിവേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ വെച്ചതുകൊണ്ട് ഞാൻ പിന്നെ മുളക് പൊടി ഇടാനായിട്ട് നിന്നില്ല. കാര്യം വെച്ചാൽ അവൻ എരിവ് കൂടി എന്നെ പിന്നെ കഴിക്കില്ല, ഉമ്മ കഴിച്ചോളാൻ പറയും, ദേഷ്യമാവും ആളിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടില്ല. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം ആവശ്യത്തിന് ഇപ്പോൾ എരിവുണ്ട്. ഞാൻ ഉപ്പ് ഒരു നുള്ള് സവാള ഒന്ന് വാടി വരാനുള്ള ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാര്യം നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ പെരട്ടിൻ്റെ സവാള നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ എന്തൊക്കെയാണ് ഇന്ന് സൺഡേ സ്പെഷ്യൽ, നിങ്ങൾക്ക് എന്തൊക്കെയാണ്? അപ്പോൾ എൻ്റെ സൗണ്ടിൻ്റെ ആ ഒരു റെസ്റ്റൊക്കെ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. ലൈവ് ഒരു നേരമൊക്കെ ഇപ്പോൾ ഇടുന്നുള്ളൂ. കാര്യം സൗണ്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി സംസാരിക്കാണ്ട്, നമുക്ക് വീട്ടിൽ ഈ മക്കളുടെ ഇടയിൽ സംസാരിക്കാണ്ടിരിക്കൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? എന്നാലും കുറേയൊക്കെ വലിയ ഉച്ചയൊന്നും എടുക്കാണ്ട് ഇങ്ങനെ പോണു. ലൈവ് രാത്രിയിൽ മാത്രമാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ അതേ സവാള വാടി വന്നു. ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ചിക്കൻ മസാല മാത്രം ഇട്ടു. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കുഴമ്പം പാകത്തിനാക്കി എടുക്കും കേട്ടോ. ഗ്രേവി ആയിട്ട് നമുക്ക് വേണ്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം കൂടെ നമ്മൾ ഒഴിക്കും. അപ്പോൾ അത് ഒരുവിധം അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവ് പോലെ എനിക്ക് തോന്നിയുണ്ട്. ഞാൻ ഒന്നും കൂടി ഇച്ചിരി ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇട്ടു. പീസിൽ ഒത്തിരി ഉപ്പില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ബാലൻസ് ചെയ്ത് വരാൻ പാകത്തിനുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ടത് കേട്ടോ. അപ്പം ചോറായി, സാമ്പാറായി, നമ്മുടെ ചിക്കൻ പെരട്ടും കൂടെ ആയ. മോന് 1:30 തന്നെ പോകണം. കുട്ടികളൊക്കെ അവിടെ മദ്രസയിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഞാൻ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലിൻ്റെ ഒരു കുറവ് തോന്നിയതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വറുത്ത് മാറ്റി വെച്ചില്ലേ, അതിൽ നിന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമ്മുടെ ആ സവോളയൊക്കെ നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഈ വാടി വന്നിരിക്കുന്ന ഈ ഒരു ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ മോക്ക് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ തിന്നത്തില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ അത് ചിക്കനൊക്കെ നമ്മൾ ഇട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കുറച്ച് മല്ലിച്ചപ്പും കൂടെയൊക്കെ ഇട്ട് ഞാൻ അപ്പുറത്തെ ഇതിലോട്ടൊന്ന് മാറ്റി വെച്ചു. കാര്യം എന്നാന്ന് വെച്ചാൽ ഒന്ന് ഒരു എന്താ പറയണേ, നമുക്ക് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് അങ്ങ് വരാനുള്ളൂ. അപ്പോൾ നല്ല തീ കൂട്ടി വെക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം വലിയ അടുപ്പിലോട്ട് ഒന്ന് മാറ്റി കേട്ടോ. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് ആ സവോളയൊക്കെ ആ പീസിൽ നന്നായിട്ട് പിടിച്ച് ആ മല്ലിയിലയുടെയും ആ ഒരു ഇതൊക്കെയായി ഏകദേശം ഒന്ന് റെഡിയായിട്ട് നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇതൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ മിക്കവർക്കും ഉണ്ടാക്കുന്നേ ആയിരിക്കും, എന്നാലും ചിക്കൻ പെരട്ടൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കും. നമുക്ക് ചപ്പാത്തി പിന്നെ നമ്മുടെ അപ്പം അങ്ങനെയുള്ള എല്ലാത്തിനും നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ചിക്കൻ പെരട്ട്. അപ്പോൾ ഇതാണ് വളരെ ഈസിയാണ്, എളുപ്പത്തിന് തയ്യാറാക്കുക. ഇനി ഇതേ മോന് ചോറ് വാരി കൊടുക്കണം, കാര്യം ടൈമായി ചൂടാണ് അതാണെന്നൊക്കെ പറയണു. അപ്പം മോക്ക് വേറൊരു പാത്രത്തിൽ ഇട്ടെടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇക്കാക്കക്ക് കൊടുത്തിട്ട് മക്കൾക്ക് വാരിത്തരാമെന്ന് പറഞ്ഞ് അവന് വേഗം ചോറ് വാരി കൊടുത്തു. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ പരിപാടികളിലൊക്കെ എടുപിടിയിൽ നടക്കുകയാണ്. വേറെ എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെയാണ് വീട്ടിൽ നിൽക്കുന്ന ദിവസം അവന് പോകാനുള്ള തിടുക്കത്തിന് അവന് ചോറിട്ട് കൊടുക്കണമെങ്കിൽ ഒന്ന് ഇളക്കി വെച്ചിട്ട് ആളുടെ പാട് നോക്കി പോകും. അപ്പോൾ എന്തായാലും ഇച്ചിട്ട് ചോറ് 2-3 വായെങ്കിലും കഴിച്ചിട്ട് പോകണമെങ്കിൽ നമുക്കൊരു സമാധാനമല്ലേ. അങ്ങനെ മോൻ പോയി. ദേ അടുത്ത് നമ്മുടെ കുഞ്ഞുമണിയാണ്. ഇനി ഒരു 2 മണിക്കൂറത്തെ നടത്തയാണ് കേട്ടോ. അവിടെ ചിക്കൻ എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കില്ല. അവളെ സ്വന്തമായിട്ട് 1-2 പ്രാവശ്യമൊക്കെ കടിച്ച് ഇങ്ങനെ കൊണ്ട് നടന്നു, പക്ഷെ അല്ലാണ്ട് കഴിച്ചില്ല. പിന്നെ ഞാൻ രാവിലത്തെ സാമ്പാറിൻ്റെ കുറച്ച് പീസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ചോറ് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. ഒരു വിധത്തിലൊക്കെ അങ്ങോട്ട് കഴിക്കും ആൾ. അങ്ങനെ നമ്മുടെ വല്യമ്മ ഞങ്ങളെ കണ്ടപ്പോൾ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ചൂണൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അത്താഴം കഴിക്കാൻ അമ്മമാരുടെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആളിന് ഉച്ച ഉറക്കൊന്നുമില്ല, ഒട്ടും ഉറങ്ങൂല കേട്ടോ. നമുക്കൊക്കെ ആണെങ്കിൽ ഒരു ഇച്ചിരി നേരം കിട്ടുകയാണെങ്കിൽ നമ്മളൊന്നും ഉച്ചയ്ക്ക് ഉറങ്ങൂല. ഈ ഉമ്മ ഇങ്ങനെ ഇരിക്കും. ഇന്നിപ്പോൾ ഉമ്മ തുണിയൊക്കെ വാഷ് ചെയ്തിട്ട് അത് അവിടെ വെയിലത്തിട്ടൊക്കെയാണ്. ഇനി അത് എടുത്ത് മടക്കി വെച്ചിട്ടല്ലാണ്ട് ഉമ്മ ഒന്ന് അകത്തോട്ട് കയറൂല. അങ്ങനെയാണ്, അതൊരു പ്രത്യേക ക്യാരക്ടറാണ് കേട്ടോ ആൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണു. പിന്നെന്താണ്, നല്ല ക്ലൈമറ്റാണെന്നും നമുക്ക് ചിങ്ങമാസം വന്നതോടുകൂടി അല്ലേ നല്ല അടിപൊളി വെയിലാണ്. എനിക്ക് ഈ മോളുടെ പുറകെ വെയിലത്തോടാനാണ് എനിക്ക് ഒട്ടും പറ്റാത്ത കേട്ടോ. ആൾ അടങ്ങിയിരിക്കില്ല. പക്ഷെ നമ്മൾ അകത്ത് കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവൾ ഫുഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഫോൺ കൊടുക്കണം. ഞാൻ അതുകൊണ്ട് ആ പരിപാടി പതുക്കെ മാറ്റി കുറച്ച് നടക്കണ കേസല്ലേ ഉള്ളൂ. ഫോണിൽ അധികം നോക്കാണ്ടുള്ള ഒരു രീതിയാണ് ഞാനും നോക്കണത്. അപ്പോൾ ദേ അവളെ പുറകെ നടന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, കുറേശ്ശെയായിട്ട് ആൾ ചോറൊക്കെ ഇച്ചിരി തിന്നെ. അപ്പോൾ എരിവെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഞങ്ങൾ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മോളുടെ പുറകെ നടന്ന് ഒരിച്ചിരി എടുക്കുന്ന ചോറിൻ്റെ പകുതിയൊക്കെയാണ് കഴിക്കുന്നത്. വിശപ്പുണ്ടെങ്കിൽ ആൾ കഴിച്ചോളും, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ മദ്രസ ഞങ്ങളുടെ തൊട്ട് ചേർന്ന് തന്നെയാണ് കേട്ടോ. ഒരിച്ചിരി കുറച്ച് പോയാൽ മതി. അതായത് ഇവിടെ നിന്നാൽ നമുക്ക് കാണാം മോനൊക്കെ മദ്രസയിൽ നിന്ന് കളിക്കുന്നതൊക്കെ. അപ്പോൾ അവിടുത്തെ അവർ ആ സ്പീക്കർ വെച്ചേക്കുന്നതിൻ്റെ ദഫിൻ്റെ പാട്ടിൻ്റെ ഒച്ചയൊക്കെ കേട്ടിട്ട് ആൾ അങ്ങോട്ട് ഓട്ടമാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇടയ്ക്ക് നോക്കുന്നുണ്ട് മോനൊക്കെ കളിക്കുന്നത്. ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല, എന്നാലും മൊത്തത്തിൽ കുട്ടികൾ കിടന്ന് കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതാണ്. നമ്മുടെ ഇക്കയ്ക്ക് ഒരു കല്യാണമുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കുകയാണ്. അപ്പോൾ ദേ എൻ്റെ മോള് ചെരുപ്പ് 2 പ്രാവശ്യം ഇട്ട് കൊടുത്തു, അത് ഊരിക്കളയും, പിന്നെയും വീണ്ടും പോവാണ്. അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ആരോ ഒന്ന് വിളിച്ചു, അങ്ങനെ പിന്നെ ഫോൺ പോയി എടുത്തു. പക്ഷേ അത് റോങ് നമ്പറായിരുന്നു. ആരാണെന്ന് എനിക്കൊന്നും മനസ്സിലായി. വിളിച്ച ആളൊന്നും മിണ്ടല്ല. നമ്പറാണെങ്കിൽ ക്ലിയറായിട്ട് വന്നിട്ടുമില്ല. അങ്ങനെ ഉമ്മ പോകണമെന്നും പറഞ്ഞ് ഇനി തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇച്ചിരി നേരം കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉമ്മയും അങ്ങോട്ട് തറവാട്ടിലോട്ട് പോയി. അങ്ങനെ ഞാനിതേ ഒരു ഇച്ചിരി നേരം കൂടെയൊക്കെ മോളെ പിറകെ നടന്നു. അപ്പോഴേക്കും തറവാട്ടിൽ നിന്ന് അനിയൻ്റെ 2 മക്കളും കൂടെ ഇവളെ കണ്ടപ്പോൾ ഓടി വന്നോ. അനിയൻ്റെ വൈഫ് അവളെ 2 പേരെ ഉറക്കാൻ വേണ്ടിയിട്ട് കയറുന്നുമ്പോൾ ഞാൻ അവിടെ ഒച്ചയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവളെ കണ്ടപ്പോൾ അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടി വന്നു. ഇത് ഇളയാൾ. ഇനിയിപ്പോൾ മൂത്തയാളും കൂടെ ഇത് മൂത്തയാൾ. 2 പേരും ഇന്നിപ്പോൾ സ്കൂളും നേഴ്സറി ഒന്നും ഇല്ലല്ലോ. ഇളയാൾ അംഗൻവാടി പോവാണ്, മൂത്തയാൾ 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇതാണ് ഏറ്റവും ഇളയ അനിയൻ്റെ മക്കളാട്ടോ ഇത്. 2ാമത്തെ ആളുടെ മക്കളെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിൽ 2ാമത്തെ അനിയൻ്റെ മോളാണ് ഞങ്ങളുടെ ഷോർട്സിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ സൺഡേ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.